കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ. കർമ്മം എന്താണ്, അകർമ്മം എന്താണ്? ആചാര്യസ്വാമികൾ പറയണത് ജ്ഞാനി ചെയ്യുന്ന കർമ്മം കർമ്മയോഗമല്ല, അത് അകർമ്മമാണ്. അജ്ഞാനിയായിട്ടുള്ള ആള് ചിത്തശുദ്ധിക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഫലകാംക്ഷയില്ലാതെ ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം. അപ്പൊ അകർമ്മം എന്നൊന്നുണ്ട്. കർമ്മം, അകർമ്മം, വികർമ്മം എന്ന് പറയും. കിം കർമ്മ കിം അകർമ്മേതി. ഏതാണ് ആക്ഷൻ, ഏതാണ് ഇനാക്ഷൻ? നമ്മൾ വെറുതെ ഇരുന്നത് കൊണ്ട് ഇനാക്ഷൻ ആവില്ല, ആക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും ഉള്ളില്. വാസനയ്ക്ക് പേരാണ് കർമ്മം, സ്വഭാവത്തിന് പേരാണ് കർമ്മം. കർമ്മം എന്ന് വെച്ചാൽ ജോലിയല്ല, സ്വഭാവം. നമ്മളിങ്ങനെ ഇരുന്നാൽ ഉള്ളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുണ്ടല്ലോ അല്ലെ, അതിനെ കർമ്മം. ഈ ഡിസ്റ്റർബൻസ് ഒക്കെ എവിടുന്ന് വന്നു? പണ്ട് എവിടേക്കോ ചെയ്ത കർമ്മത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ഒരു മണി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ ഉള്ള മുഴക്കം പോലെ എപ്പോഴോ ചെയ്ത കർമ്മത്തിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ് നമ്മളുടെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് ആയിട്ടിരിക്കണം. നമ്മൾക്ക് പ്രത്യേക രീതിയിൽ പെരുമാറാനും പ്രത്യേകം ആളുകളോട് ഇഷ്ടം തോന്നാനും ഒക്കെ കാരണം പണ്ടെവിടെയോ ചെയ്ത ചില കർമ്മത്തിന്റെ ബീജം ഉള്ളിൽ കിടന്നിട്ടാണ്. ചില വസ്തുക്കളോട് സ്വാഭാവികമായി ഇഷ്ടം തോന്നുന്നു. എന്തുകൊണ്ട്? അമ്പലം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് വടക്കോട്ട് പോയാൽ വിസ്താരമായിട്ടുള്ള അമ്പലങ്ങളും വെളിച്ചത്തോടുകൂടിയുള്ള ശ്രീകോവിലും കണ്ടാൽ ഇഷ്ടാവില്ല. എന്തുകൊണ്ട്? ഇവിടെ ഓടിട്ടതും ഉള്ളിൽ ഇരുട്ട് നിറഞ്ഞതും വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളതും മൂർത്തിയെ ഉറ്റുനോക്കുകയുമുള്ള ഒരു അമ്പലം നമുക്ക് കണ്ട് ഭാവത്തിലുള്ളത് കൊണ്ട് ഇത് ഇഷ്ടമാവണില്ല. അവിടെയുള്ളവർക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നാലും നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അവിടെ നമുക്കൊരു ദിവ്യത്വം തോന്നണില്ല എന്നാണ്. എന്തുകൊണ്ട് തോന്നണില്ല? നമ്മൾ ഇത് ദിവ്യമായി ഭാവിച്ചത് കൊണ്ട് അത് തോന്നണില്ല. അത് ഭാവന എങ്ങനെ വന്നു? എത്രയോ ജന്മമായി നമ്മളെ അറിയാതെ ചില പഴക്കങ്ങള് ഉള്ളിൽ കൂടി കിടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഓരോ ചെയ്യുന്ന കർമ്മം, കർമ്മം എന്ന് വെച്ചാൽ കാണുന്നതൊരു കർമ്മമാണ്. കാണുമ്പോ ചില ചിന്തകൾ വരുന്നുണ്ട്, ചില ഇംപ്രഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെയൊക്കെ കുറെ കാലങ്ങളായി കണ്ടിട്ട് നിങ്ങളെയൊക്കെ കണ്ടപ്പോ എനിക്ക് അറിയാം, കുറെ ആളുകളെ അറിയാം, പരിചയമുണ്ട്. ആ ഇംപ്രഷൻസ് ഉള്ളിൽ കിടക്കുകയാണ്. ഇത് കർമ്മമാണ്. ഈ കർമ്മം ആർക്കും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ലോകത്തിൽ വ്യവഹരിക്കുമ്പോ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ, അനുസ്യൂതം. അതല്ലാതെ വോളണ്ടറി ആക്ഷൻസ് ഉണ്ട്. ചിലതൊക്കെ ഇഷ്ടത്തോടുകൂടെ, രാഗത്തോടുകൂടെ, ദ്വേഷത്തോടുകൂടെ ചെയ്യും. അതാണ് വികർമ്മം. അതൊക്കെ നമ്മൾ ഇനി പറയാൻ പോകും. ഈ കർമ്മമൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു ഇരുട്ടിന്റെ മറയെ ഉണ്ടാക്കുന്നു. ആവരണം എന്ന് പറയും. ആ ആവരണമാണ് നമ്മളുടെ ബാഗ്. പാലക്കാട്ട് നിന്നും കൊച്ചിയിലേക്ക് വരുമ്പോ എനിക്കിവിടെ ഉപയോഗിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ബാഗിലെടുത്തിട്ട്, ബാഗോ സൂട്ട് കേസോ എടുത്തിട്ട് പൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് പെട്ടി തുറന്ന് അന്നന്ന് വേണ്ട സാധനങ്ങൾ എടുത്ത് പുറത്തു വെക്കണ പോലെ ഈ ജീവൻ ഇതിനു മുമ്പ് എവിടെ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വരുമ്പോ, ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോ കാരണശരീരമാവുന്ന ബാഗിൽ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ട സാമഗ്രികളൊക്കെ എടുത്തു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സുഖം ദുഃഖം ഒക്കെ. അതിനൊന്നും പുറത്തൊരു കാരണവും വേണ്ട. ചെറിയ കുട്ടികളെ നിങ്ങൾ നോക്കൂ, ഒരു കാരണമില്ലാതെ ചിരിക്കും, ഒരു കാരണമില്ലാതെ കരയും. അവര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഏതോ സുഖദുഃഖങ്ങളുടെ ലോകത്തിൽ. നമുക്ക് തന്നെ നമ്മളെ നോക്കിയാൽ കാണാം, ഒരു കാരണവും വേണ്ട. വെറുതെ ഒരു 10-15 ദിവസം ഒരിടത്ത് ഏകാന്തമായി ഇരുന്നാൽ മതി. ഒരു കാരണമില്ലാതെ ചില ദിവസം ഡിസ്റ്റർബ് ആവും, ഒരു കാരണവുമില്ലാതെ ഒരു ദിവസം വളരെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും. എന്താണ് വരുന്നത്? എവിടെയോ കാരണശരീരത്തിലുള്ള എന്തോ ഒന്ന് പുറമേക്ക് വരികയും പോവുകയും ചെയ്യും. ഇതൊക്കെ കർമ്മമാണ്. ഇതൊക്കെ കർമ്മത്തിന്റെ ഫ്രൂയിഷനാണ്, ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. നമുക്ക് പല വ്യാധികളും വരുന്നതും ഒക്കെ ഇതനുസരിച്ചാണ്. പല വ്യാധികൾ, ചില വ്യാധികളൊക്കെ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോ ഒരു പേഷ്യന്റിന് ആ വ്യാധി മാറാനുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു തരത്തിലൊരു വിശ്വാസം ഉണ്ടാവുന്നു.
ആ വിശ്വാസം ഉണ്ടാവുന്നത് പോലും ഇയാളുടെ കർമ്മത്തിന്റെ ഊക്കനുസരിച്ചാണ്. എന്നുവെച്ചാൽ കർമ്മം ചിത്തത്തിനെ ഉണ്ടാക്കുന്നു, ചിത്തം കർമ്മത്തിനെ ഉണ്ടാക്കുന്നു. സർക്കിളാണത്, വിഷ്യസ് സർക്കിളാണ്, പുറത്തു വരാൻ പറ്റാത്ത മായയുടെ സ്വഭാവമേ അതാണ്. കർമ്മം ചിത്തത്തിനെ ഉണ്ടാക്കുകയും ചിത്തം കർമ്മത്തിനെ ചെയ്യുകയും ചെയ്യും. ചിത്തം എങ്ങനെ വന്നു? കർമ്മം കൊണ്ടാണ്. അതുകൊണ്ട് ചിത്തത്തിലുള്ള ചിലതിനൊന്നും ചിത്തചികിത്സ ചെയ്തിട്ട് കാര്യമേ ഇല്ല. അതാണ് യോഗികൾക്കേ അതൊക്കെ അറിയുള്ളൂ. ചിത്തത്തിന്റെ ചില കുഴപ്പങ്ങൾക്ക് ഇതൊക്കെ വെറും വിചാരമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പറയും ചില ആളുകളുടെ കാര്യത്തിലേ. ചിലർക്ക് ചിലതൊക്കെ വിചാരമാണ്, പക്ഷെ എന്ത് ചെയ്യാ, അവർക്ക് വിചാരം പോവില്ല. ചില ചിത്തത്തിലുള്ള ചില കുഴപ്പങ്ങൾക്ക് ചില കർമ്മം ചെയ്താലേ പോവുള്ളൂ. എന്തോ ചിലത് ചെയ്യാനുണ്ട് അവർക്ക്, അത് ചെയ്താലേ പോവുള്ളൂ. അപ്പൊ കർമ്മവും ചിത്തവും ഒന്നിനൊന്ന് രണ്ടല്ല. കർമ്മം സ്ഥൂലവും ഭാവന സൂക്ഷ്മവും ഇരുട്ട് സൂക്ഷ്മതമവുമാണ്. ഞാൻ പറയണു മനസ്സിലാവേണ്ടോ എനിക്കറിയില്ല, മനസ്സിലാവാൻ സാധ്യതയില്ല. കർമ്മം സ്ഥൂലവും ഭാവന സൂക്ഷ്മവും ഇരുട്ട് സൂക്ഷ്മതമവുമാണ്. അതായത് സ്ഥൂലമായ കർമ്മം സൂക്ഷ്മമായ ഭാവനയായി മാറി എവിടെയോ പോയി മറയും. ഞാൻ ആരെയോ ഒരാൾ തല്ലുന്നു എന്ന് വെച്ചോളുക, ദ്വേഷത്തോടുകൂടെ തല്ലിക്കഴിഞ്ഞ് കുറച്ചു നേരം ആ ദ്വേഷവും വേണ്ടിക്കിടന്നില്ല, ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ വേണം 4 കൂടെ കൊടുക്കണമായിരുന്നു, എന്തോ ഒരു വിധത്തിലുള്ള ഭാവന ഉള്ളിൽ കിടന്നു. പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ പറയണു അതൊക്കെ പോയി. ഇപ്പൊ പോയി. എവിടെ പോയി? അത് പത്തായത്തിലേക്ക് പോയി. കൃഷി ചെയ്തു, നെല്ല് അടിച്ചു പദം വരുത്തി വേർപിരിച്ചു, ഇതൊക്കെ സൂക്ഷ്മശരീരത്തിൽ നടന്ന് അവസാനം നെല്ല് എടുത്തിട്ട് പത്തായത്തിൽ പോയി. ഇനി ഭക്ഷിക്കും. പിന്നെ ഭക്ഷിക്കണ സമയമാവുമ്പോ പത്തായം തുറക്കപ്പെടും. പത്തായത്തിന്ന് നെല്ല് പുറത്തെടുത്ത് കുത്തുകയും അരിയാക്കുകയും ഭക്ഷണമാക്കുകയും വീണ്ടും ഭക്ഷിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോഴേ അറിയുള്ളൂ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ജടിലമായിട്ടുള്ള ഒരു മെക്കാനിസമാണ് കർമ്മം. ഈ കർമ്മത്തിനനുസരിച്ചാണ് നമ്മൾക്ക് പല അനുഭവങ്ങളും ഉണ്ടാവുന്നത്. ഈ കർമ്മത്തിന്റെ രഹസ്യം കവികൾ പോലും, വലിയ വലിയ യോഗികൾ പോലും അറിയുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം കൊണ്ടാണ് പല വ്യാധികളും ഉണ്ടാവുന്നത്. വ്യാധികൾക്കൊക്കെ അതുകൊണ്ട് പഴയ കാലത്ത് 3 വിധ ചികിത്സ പറയും: മന്ത്രം, മണി, മന്ത്രം, ഔഷധം. ചിലതൊക്കെ ഔഷധം കൊടുത്താൽ മാറും, ചിലത് മന്ത്രം, ചില രത്നങ്ങളൊക്കെ കഴുത്തിൽ കെട്ടുക, എന്തൊക്കെയോ സമ്പ്രദായമുണ്ട്. വലിയൊരു മഹാനുണ്ടായിരുന്നു ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ. ശൃംഗേരിയിലുണ്ടായിരുന്ന, ഇപ്പൊ ഉള്ള സ്വാമിക്കൊക്കെ 2 പേർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ചിലർക്കൊക്കെ ഇങ്ങനെ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ചിലർക്കൊക്കെ ചില സൂക്കേടിനൊക്കെ അദ്ദേഹം ചില പ്രായശ്ചിത്തമൊക്കെ പറയും, സൂക്കേട് പോവും. ഈ പ്രായശ്ചിത്തത്തിന്റെ ഒക്കെ സീക്രട്ട് അദ്ദേഹം പറയണത് കർമ്മം കൊണ്ടാണ് വ്യാധി വന്നിരിക്കുന്നത്. അവർ ആ കർമ്മവ്യാധിക്ക് ചില തപസ് ചെയ്താൽ ആ കർമ്മവ്യാധി പോവുകയും അതിൽ നിന്ന് വിമുക്തി വരികയും ചെയ്യും. അപ്പോ ഒരാള് കുഷ്ഠരോഗി, വലിയ പണക്കാരനാണ്, ഒരു ദിവസം മഠത്തിൽ വന്ന് കരഞ്ഞുകൊണ്ട് മഠത്തിലുള്ളവരോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും സ്വാമിയുടെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രായശ്ചിത്തം വിധിക്കാൻ പറയണം ഈ വ്യാധിക്ക്. മഠത്തിലെ മാനേജർ സ്വാമികളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇതുപോലെ അദ്ദേഹം വളരെ കരഞ്ഞു പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തം പറയണം. സ്വാമികൾ പറഞ്ഞു, വ്യാധി 3 വിധത്തിലാണ്: ചികിത്സ്യം, അപനേയം, അസാധ്യം എന്ന് 3 തരത്തിലാണ്. ചിലതൊക്കെ യു ക്യാൻ ട്രീറ്റ്, കുറച്ചൊക്കെ യു ക്യാൻ കീപ് ഇറ്റ് ഇൻ അബെയൻസ്, അടക്കി നിർത്താൻ പറ്റും. ചിലത് കംപ്ലീറ്റ് ആയിട്ട് നീക്കാൻ പറ്റും, ചിലത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 3 തരത്തിലാണ്. അപ്പൊ ഇയാളുടെ വ്യാധി ഇപ്പൊ ഏത് തരത്തിലുള്ളതാണെന്ന് അറിയാതെ എങ്ങനെ പ്രായശ്ചിത്തം പറയും? ഞാൻ വൈദ്യനല്ല, മന്ത്രവാദിയുമല്ല. അയാളുടെ കർമ്മത്തിനനുസരിച്ചുള്ള പ്രായശ്ചിത്തം പറയാൻ എങ്ങനെ സാധിക്കും? അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം പറഞ്ഞു, ചികിത്സിക്കാതെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്വാമികൾ പറഞ്ഞു, കണ്ടുപിടിക്കാം.
എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ അയാളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെയും കോൺഫിഡൻസിന്റെയും ഭക്തിയുടെയും അളവനുസരിച്ച് കണ്ടുപിടിക്കാം ഇയാളുടെ കർമ്മം എവിടെ നിൽക്കണോ. ഒരു പണിക്കാരനെ വിട്ടിട്ട് അയാളുടെ അടുത്ത് ചെന്ന് പറയാൻ പറഞ്ഞു, വലിയൊരു ഹോമം നടത്തണം, യാഗം നടത്തണം, പ്രായശ്ചിത്തമായിട്ട് ഒരുപാട് പണം ചെലവാകും, അതിനങ്ങ് തയ്യാറാണെങ്കിൽ ചെയ്യാം, മഠത്തിൽ തന്നെ ഏർപ്പാട് ചെയ്യാം. അത് ചിലപ്പോ ഫലിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തുവല്ലോ, എന്റെ പണം നഷ്ടമായില്ലോ എന്ന് അങ്ങേക്ക് തോന്നാൻ പാടില്ല. ചെയ്യുന്ന ആളുകളുടെ പേരിൽ കുറ്റം കാണരുത്. ഇനി ഫലിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ചെയ്യണം. വീണ്ടും ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ചെയ്തതോടുകൂടെ അത്രയും പോയി എന്ന് ധരിച്ചോളണം എന്നല്ലാതെ ചെയ്ത് നഷ്ടമായും തോന്നാൻ പാടില്ല. ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ വേണ്ട ഏർപ്പാട് ഇപ്പൊ തന്നെ ചെയ്യാം എന്ന് ഒരു പണിക്കാരനെ വിട്ട് പറയിപ്പിച്ച് തിരിച്ചു വന്ന് പറയാൻ പറഞ്ഞു. അയാൾ എന്താ പറഞ്ഞു? ഈ പണിക്കാരൻ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, സ്വാമി ഇങ്ങനെ മുമ്പേ എന്റെ അടുത്ത് പറഞ്ഞത് നന്നായി, ഞാനൊന്ന് ആലോചിച്ചിട്ട് നാളെ പറയാം എന്ന് പറഞ്ഞു ഈ രോഗി. അപ്പോ സ്വാമികൾ പറഞ്ഞു, അത്രേ, ഈ വ്യാധി അസാധ്യമാണ്. കാരണം ഫെയ്ത്ത്, ശ്രദ്ധ ഉദിച്ചിട്ടില്ല. ആ ശ്രദ്ധ ഉദിക്കാത്തതിന് കാരണം ഇത് മാറാനുള്ള സമയമായിട്ടില്ല എന്നർത്ഥം. ചിലതൊക്കെ അനുഭവിച്ച് തീർക്കാനുണ്ട് എന്നർത്ഥം. കോംപ്ലക്സ് നെറ്റ്വർക്കോടുകൂടിയാണ് നമ്മളുടെ ഈ സ്ഥൂല ശരീരം നിൽക്കുന്നത്. ഇതിന് പുറകിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കർമ്മത്തിന്റെ ഒരു ജടിലമായ ഒരു മണ്ഡലം തന്നെ ഉണ്ട് ശരീരത്തിൽ. എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ അതിനോട് ഐഡന്റിഫൈ ചെയ്യാതെ പുറത്തു ചാടലാണ്. വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ അനുഭവിച്ചാം, നമുക്ക് പ്രാരബ്ധം, അനുഭവിച്ചിട്ട് പോട്ടെ. അനുഭവിച്ച് തീർക്കാൻ തയ്യാറാവുന്നവൻ വളരെ എളുപ്പത്തിൽ വിമുക്തനാവും. ഇത് മാറണം എന്നൊക്കെ വരുമ്പോ പ്രായശ്ചിത്തവും അതും ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും. ഒന്നും മാറണം എന്നില്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തതല്ലേ ഒക്കെ അനുഭവിച്ചോളാം എന്ന് പറയാൻ ആര് തയ്യാറാണോ അവൻ പെട്ടെന്ന് സംശുദ്ധനാവും. അപ്പൊ പോട്ടെ, ഇതൊക്കെ ഞാൻ ഈ കർമ്മത്തിന്റെ ആഴം പറയാൻ വേണ്ടി പറഞ്ഞതാ. കർമ്മം എന്നുള്ളത് സ്ഥൂലമല്ല. കർമ്മമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, കർമ്മമാണ് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നത്, കർമ്മമാണ് നമ്മളെ ഓരോരുത്തരോടും ബന്ധിച്ചിരിക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവും കുട്ടിയും അച്ഛനും അമ്മയും ഒക്കെ ഇതിന്റെ നെറ്റ്വർക്കിൽ പെട്ടവരാണ്. നമ്മളുടെ ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസും ഒക്കെ പറയണത് കർമ്മത്തിന്റെ ആണ്. അപ്പൊ ഇത്രയധികം ഗഹനമാണ് ഈ കർമ്മം. ഗഹനാകർമ്മണോ ഗതി എന്നാണ്. കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിതാഹ. അപ്പൊ ഇപ്പൊ ഭഗവാൻ പറയണത് അതിന്റെ സീക്രട്ട് ഞാൻ കുറച്ച് തുറന്നു തരാം. തത്തേ കർമ്മ പ്രവക്ഷ്യാമി. തനിക്ക് ഞാൻ കർമ്മത്തിനെ പറഞ്ഞു തരാം. അത് അറിഞ്ഞാൽ എന്താ പ്രയോജനം? അശുഭാത് മോക്ഷ്യസേ. അശുഭത്തിൽ നിന്ന് നീ വിമുക്തനാവും. അശുഭം എന്താ? അഹങ്കാരം, സംസാരബന്ധം, അജ്ഞാനമാണ് അശുഭം. ആ അജ്ഞാനത്തിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു തരാം. നോക്കൂ, കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മണഃ ശാസ്ത്രവിഹിതസ്യ അപി അസ്തി ബോദ്ധവ്യം. ബോദ്ധവ്യം ച അസ്തി വികർമ്മണഃ പ്രതിഷിദ്ധസ്യ തഥാ അകർമ്മണഃ തൂഷ്ണീം ഭാവസ്യ ബോദ്ധവ്യം അസ്തി. ഇതി ത്രിഷ്വപി അധ്യാഹാരഃ കർത്തവ്യഃ. ഗഹനാകർമ്മണോ ഗതിഃ. മൂന്നെണ്ണം ഉണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം, വികർമ്മം, അകർമ്മം. വിഹിത കർമ്മം, പ്രതിഷിദ്ധ കർമ്മം, അകർമ്മം. വേദം നമുക്ക് ചിലതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിഹിത കർമ്മം. എല്ലാവർക്കും ജനറലായിട്ട് ചെയ്യേണ്ടതുണ്ട്. ചെയ്യാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചെയ്യരുത്. നിഷിദ്ധ കർമ്മം, അതൊക്കെ ചെയ്താൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് ഭയങ്കരമായിരിക്കും. പക്ഷെ ജീവൻ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടിയിരിക്കണമെന്നാണ് ഭഗവാൻ പറയണത്. ഇതൊക്കെ കണ്ടിട്ടും ഈ ജീവൻ പല ജന്മത്തിലും അജ്ഞാനം കൊണ്ട് പ്രതിഷിദ്ധ കർമ്മം അടക്കം ചെയ്തിട്ടും ദുഃഖം അനുഭവിച്ച് അതിന്റെ വിഷമങ്ങൾ കണ്ട് അതിൽ നിന്ന് പിൻവാങ്ങുകയും വിഹിത കർമ്മം കൊണ്ട് അനുകൂല പരിതസ്ഥിതി ഉണ്ടാവുന്നത് കണ്ട് വിഹിത കർമ്മങ്ങൾ ചെയ്യുകയും ക്രമേണ വിഹിത കർമ്മവും ബന്ധമാണെന്ന് കണ്ട് അകർമ്മത്തിലേക്ക് പോവുകയും ചെയ്യും. അകർമ്മം എന്ന് വെച്ചാൽ കർമ്മമില്ലാത്ത അവസ്ഥ, ആക്ഷൻലെസ്നെസ്. ആക്ഷന് പവർ പോരാ, ആക്ഷൻലെസ്നെസ്സിലാണ് പവർ. അകർമ്മത്തിലാണ് പവർ, കർമ്മത്തിലല്ല. കർമ്മം ചെയ്ത് ക്ഷീണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചു നേരം മിണ്ടാതിരുന്നാൽ വീണ്ടും കർമ്മം ചെയ്യാൻ എനർജി വരും. കർമ്മം ചെയ്യാതിരിക്കുമ്പോഴാണ് എനർജി സപ്ലൈ ഉണ്ടാവണത്.
അതിനർത്ഥം കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മള് കർമ്മത്തിന്റെ പിടിയിലാണ്. അപ്പൊ കർമ്മം, അകർമ്മം, വികർമ്മം, ഈ മൂന്നിൽ നിന്നും ജീവൻ പഠിക്കാനുണ്ടെന്നാണ്. വികർമ്മം ചെയ്യരുത്, കർമ്മം ചെയ്യണം. ക്രമേണ ആ കർമ്മത്തിനെ അകർമ്മമാക്കി മാറ്റണം. അങ്ങനെ ചെയ്താൽ പൂർണ്ണമായി കർമ്മസിദ്ധാന്തം, കർമ്മദർശനം പൂർണ്ണമായി. മനസ്സിലായോ? പ്രതിഷിദ്ധ കർമ്മം ചെയ്യരുത്. പ്രതിഷിദ്ധം എന്ന് വെച്ചാൽ ഏതേത് നമ്മളെ ബന്ധിക്കുമോ, ശരീരാഭിമാനം കൊണ്ടു ചെയ്യുന്നതാണ് പ്രതിഷിദ്ധ കർമ്മം. പ്രാണിഹിംസ, ദ്വേഷം, തോന്നിയ പോലെയൊക്കെ ഉള്ള പ്രവൃത്തി, നമുക്കും ലോകത്തിനും ഹിതകരമല്ലാത്തതായിട്ടുള്ള പ്രവൃത്തി, ഇതൊക്കെ പ്രതിഷിദ്ധ കർമ്മങ്ങളാണ്. ഈ പ്രതിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ പലപ്പോഴും നമ്മളിൽ വാസനയുള്ളത് കൊണ്ട് ആരോടും ചോദിക്കാതെ പ്രതിഷിദ്ധ കർമ്മം ചെയ്യും. ടെൻഡൻസി നമ്മളുടെ ഉള്ളിലുണ്ട്. അർജുനൻ തന്നെ ഭഗവാനോട് പറയണു, എനിക്ക് പ്രതിഷിദ്ധ കർമ്മം ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെ എന്തോ ഉള്ളിൽ നിന്ന് തള്ളിയിട്ട് പ്രതിഷിദ്ധ കർമ്മത്തെ പോയി വീഴാണ്. ചെയ്യാൻ പാടില്ലാത്ത കർമ്മം ചെയ്യാണ്. ചിലതൊക്കെ ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നാലും പോയി ചെയ്യും. എന്തിനാ ചെയ്തോ ചോദിച്ചാൽ വേണ്ട വിചാരിച്ചാണ്, നടന്നില്ല എന്നാണ്. അപ്പൊ എന്താ, എന്തുകൊണ്ട് ചെയ്തു എന്നാൽ ചോദിച്ചാൽ നമ്മളുടെ ഉള്ളിൽ ശരീരത്തിനെ ചലിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് നമ്മളുടെ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ചെയ്യാണ്. അപ്പൊ ബെസ്റ്റ് പരിപാടി എന്താ, ആ ഫോഴ്സിനെ ചാനലൈസ് ചെയ്തിട്ട് വിഹിത കർമ്മം ചെയ്യിപ്പിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊക്കെ ബാലപാഠമാണ്, അധ്യാത്മ ജീവിതത്തിന്റെ ബാലപാഠങ്ങളാണ്. അതുകൊണ്ട് ആദ്യമേ ആളുകളുടെ അടുത്ത് പോയി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറയുന്നവര് മനുഷ്യ ശരീരത്തിനെയും മനുഷ്യ അന്തരാത്മാവിനെയും ബയോളജിക്കൽ പ്ലെയിൻ ആൻഡ് സൈക്കിക് പ്ലെയിൻ, ഈ രണ്ട് പ്ലെയിനിനെയും ഒട്ടും അറിയാത്തവരെ മെഡിറ്റേഷൻ ക്ലാസ് നടത്തുകയുള്ളൂ. അശാസ്ത്രീയമാണ് മെഡിറ്റേഷൻ. ഇങ്ങനെ പറഞ്ഞ തെറ്റിദ്ധാരണ ഉണ്ടാവും നിങ്ങൾക്ക്. ശരിക്കും വേണ്ടത് ഒരു ജീവന് ആദ്യത്തെ സ്റ്റെപ്പ് ഇയാളുടെ ശരീരത്തിന് ഒരു വിഹിതമായ കർമാനുഷ്ഠാനമാണ്. നിഷിദ്ധ കർമ്മത്തിൽ വീഴാതിരിക്കാനായിട്ട് ഇയാൾക്ക് ഇയാളുടേതായ ഒരു രീതിയിൽ ഒരു അനുഷ്ഠാന പദ്ധതി ഉണ്ടാവണം. അത് ലോകമംഗളത്തിനായി അസംഗമായി ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാതെ ഭഗവതാരാധനയായി അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ചെയ്ത് 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 ചെയ്യാൻ ഉള്ള ടെൻഡൻസി, കർമ്മചലനത്തിന്റെ അർജ് ശരീരത്തിൽ കെട്ടടങ്ങണം. യു ഹാവ് ടു ട്രാൻസെൻഡ് ദ ഫിസിക്കൽ പ്ലെയിൻ. ആ തലം കടന്നാലേ അകർമ്മത്തിന്, ആത്മവിദ്യയ്ക്കും അടങ്ങിയിരിക്കാനും ധ്യാനത്തിനും ഒക്കെ ഒരു ജീവൻ പക്വപ്പെടുന്നുള്ളൂ. 6-ാം അധ്യായത്തിൽ ഭഗവാൻ ഇത് പറയുന്നുണ്ട്. ആരുരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണമുച്യത്തെ. ഫസ്റ്റ് സ്റ്റെപ്പ് കർമ്മമാണ്. കർമ്മത്തിനെ നല്ല വഴിക്കാക്കണം. അണ്ണാമലൈ സ്വാമികൾ എന്ന് പറഞ്ഞ് രമണ ഭഗവാന്റെ ഒരു ഭക്തനുണ്ടായിരുന്നു. സ്വാമി ഇപ്പോഴാണ് കുറച്ചു വർഷം മുമ്പ് സമാധിയായി. സ്വാമി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് രമണാശ്രമത്തിൽ പോയി മഹർഷിയുടെ അടുത്ത് ഇരുന്ന് ധ്യാനിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടെയാണ് വന്നത്. അദ്ദേഹം കെട്ടുകാരനായിരുന്നു, ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അവിടെ ആശ്രമത്തിൽ വന്ന് പതുക്കെ പതുക്കെ ഈ കെട്ടുപണിയും അതും ഇതൊക്കെ ആയിട്ട് 16 വർഷക്കാലം മഹർഷി ഇയാളെ ധ്യാനിക്കാനേ സമ്മതിച്ചില്ല എന്നാണ്. 16 വർഷം ഇയാള് ധ്യാനിക്കാൻ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ പറയത്തില്ല, അത് ചെയ്യൂ ഇത് ചെയ്യുമെന്ന്. 16 വർഷം കഴിഞ്ഞ് പതുക്കെ പതുക്കെ പറഞ്ഞു, ഇനിയിപ്പോ നീ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് അവിടെ പോയി ഇരിക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോ പതുക്കെ ഇങ്ങോട്ട് വരികയും വേണ്ട, അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ, നിനക്ക് വേണ്ടതൊക്കെ നടക്കും. ധ്യാനം ഉള്ളിൽ ഫ്ലവർ ആവേണ്ടതാണ്. ഇറ്റ് ഹാസ് ടു ബ്ലൂസം. പതുക്കെ നമ്മളുടെ ശരീരം അന്നമയ കോശത്തിനെയും പ്രാണമയ കോശത്തിനെയും മനോമയ കോശത്തിനെയും ഒക്കെ കടന്ന് അല്പം വിജ്ഞാനമയ കോശത്തിൽ സൂക്ഷ്മമായി നമ്മളുടെ തന്നെ വ്യക്തിബോധത്തിന്റെ ചലനങ്ങളെയൊക്കെ നിരീക്ഷിക്കാനാവുമ്പോഴൊക്കെയാണ് ധ്യാനം എന്നൊക്കെ നമ്മൾ പറയണത്. അതിനൊക്കെ പക്വമാവണത് ജീവൻ. അപ്പൊ ആദ്യം ഈ ജീവന്
കർമ്മം വിധിച്ചിരിക്കുന്നു. വേദവും കർമ്മം വിധിക്കാൻ കാരണം, വേദം കർമ്മം വിധിക്കാൻ കാരണം കർമ്മം ചെയ്യിക്കാൻ വേണ്ടിയല്ല. കർമ്മമോക്ഷായ കർമാണി വിധത്തെ എന്നാണ് ഭാഗവതം പറയുന്നത്. ഈ ജീവൻ പ്രതിഷിദ്ധ കർമ്മം ചെയ്യാതിരിക്കാനായി ഇവന് കർമ്മമൊക്കെ വിധിച്ചു കൊടുത്തിരിക്കുന്നു വേദം. ഇന്ന കർമ്മം ചെയ്യൂ. അവനവന്റെ വാസനയ്ക്കും സ്വഭാവത്തിനും അനുസരിച്ചുള്ള കർമ്മത്തിനെ സൃഷ്ടി ആരംഭം മുതൽ, സൃഷ്ടിക്കൊരു ആരംഭമില്ല, എവിടെയോ കാലം മുതൽ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളൊക്കെ നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ തെറ്റിച്ചതാണ് ഇത്രയധികം കുഴപ്പത്തിന് കാരണം. അതിനെ അംഗീകരിച്ചുകൊണ്ട് ആദ്യപടിയായി നിഷിദ്ധ കർമ്മത്തിൽ നിന്നും വിഹിത കർമ്മത്തിലേക്ക് വരികയും, വിഹിത കർമ്മം ചെയ്യുന്ന ആള് കുറെ കഴിയുമ്പോ ആ വിഹിത കർമ്മത്തിനെയും കടന്ന് ജ്ഞാനത്തിലിരിക്കുകയും, ആ വിഹിത കർമ്മവും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമുള്ളത്തോളം കാലം അഹങ്കാരം ഉണ്ടാവും. സന്ധ്യാവന്തനം, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ബ്രാഹ്മണന് കൊടുത്തിരിക്കുന്നത്. ക്ഷത്രിയന് രാജ്യഭരണാദി കാര്യങ്ങളും എല്ലാം വിഹിത കർമ്മമാക്കി മാറ്റാമെങ്കിൽ, നിഷിദ്ധം ചെയ്യാതിരിക്കാമെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് മംഗളം ഉണ്ടാവും. ക്രമേണ അകർമ്മം ഉണ്ടാവണം. ആ കർമ്മത്തിനെ വിഹിത കർമ്മമാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടുന്ന് യു ഹാവ് ടു ജമ്പ് ബാക്ക് ടു ദ സ്റ്റേറ്റ് ഓഫ് നോൺ ഡൂവർഷിപ്പ്. അവിടെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമേ ഇല്ലാത്ത തലത്തിലേക്ക്, പൂർണ്ണതലത്തിലേക്ക് ഈ ജീവൻ ഉയരണം. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. കർമ്മണ്യകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്തഃ കൃത്സ്ന കർമ്മകൃത്. കൃത്സ്ന കർമ്മം ചെയ്യാനുള്ള വഴിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കൃത്സ്ന കർമ്മം എന്ന് വെച്ചാൽ സമ്പൂർണ്ണ കർമ്മം. നമ്മൾ ചെയ്യുന്ന അധികം കർമ്മവും സമ്പൂർണ്ണ കർമ്മമൊന്നും അല്ല. ഒരു കർമ്മം ചെയ്താൽ ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ഇമാജിനേഷൻ, ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ള ചില ഐദർ എക്സൈറ്റ്മെന്റ് ഓർ ഡിപ്രഷൻ ഓർ ഹർട്ട് എന്തെങ്കിലുമൊക്കെ യു വിൽ ബി ലോഡ്ജിങ് ഇറ്റ് വിത്തിൻ യു, ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരു കർമ്മം എപ്പോ പൂർണ്ണമാവണമെന്ന് വെച്ചാൽ ആ കർമ്മം പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞ ഉടനെ ഉള്ളിൽ സംതൃപ്തി, ശാന്തി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കൃത്സ്ന കർമ്മമാവും. അത് എപ്പോ കൃത്സ്ന കർമ്മമായിട്ട് തീരും? ഒരു കർമ്മവും എന്നെ ബാധിക്കാത്ത സ്ഥിതി എപ്പോ വരും? കർമ്മണി അകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയാഹ. ആചാര്യസ്വാമികളുടെ ഏറ്റവും അധികം ഭാഷ്യമുള്ള ഒരു ശ്ലോകമാണത്. കർമ്മത്തിൽ അകർമ്മത്തിനെ അവൻ കാണുന്നുവോ, അകർമ്മത്തിൽ യാതൊരുത്തൻ കർമ്മത്തിനെ കാണുന്നുവോ അവൻ ബുദ്ധിമാനാണ്, മനുഷ്യൻ. അവൻ യോഗിയാണ്. സയുക്ത, അവൻ സമ്പൂർണ്ണ കർമ്മവും ചെയ്യുന്നവനാണ്. അവനെ കർമ്മം വിട്ടുപോകുന്നു, കർമ്മം അവനെ ബന്ധിക്കുന്നില്ല. എപ്പോഴാ കർമ്മത്തിൽ അകർമ്മം ചെയ്യപ്പെടുക? കർമ്മം ചെയ്യുന്ന ആള് കർമ്മണി ക്രിയതേ ഇതി കർമ്മ വ്യാപാരമാത്രം തസ്മിൻ കർമ്മണി കർമ്മ അഭാവം യഹ പശ്യേത് അകർമ്മണി ച കർമ്മ അഭാവേ കർത്തൃതന്ത്രത്വാത് പ്രവൃത്തി നിവൃത്യോഹോ കർമ്മ യഹ പശ്യേത് സ പശ്യതി ബുദ്ധിമാൻ സഹ മനുഷ്യേഷു. കർമ്മത്തിൽ അകർമ്മം കാണുക, അകർമ്മത്തിൽ കർമ്മം. ഒരാൾ വെറുതെ ഇരുന്നത് കൊണ്ട് അത് അകർമ്മമാവില്ല. ഞാൻ കർമ്മം ചെയ്യും, ഞാൻ ഇപ്പൊ മിണ്ടാതിരിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്തോളം അത് കർമ്മം തന്നെയാണ്. കർമ്മം, അകർമ്മം എന്നുള്ള വാക്കിന് ആത്മാ എന്നാണ് അർത്ഥം. ആത്മാവല്ലാതെ എല്ലായിടത്തും കർമ്മമുണ്ട്. കർമ്മം എന്ന് വെച്ചാൽ ചലനമാണ്. ഓരോ ചലനവും കർമ്മമാണ്. ചലനമില്ലാത്ത ഒരിടമേ ഉള്ളൂ ബ്രഹ്മം. ബാക്കി എല്ലായിടത്തും ചലനമുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രവർത്തികൾക്ക് പുറകിലും നിശ്ചലമായ ആത്മവസ്തുവാണ് ഞാൻ എന്ന അനുഭവത്തോടുകൂടെ യാതൊരുത്തൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ കർമ്മം ചെയ്യുന്നുവോ അവൻ കർമ്മത്തിൽ അകർമ്മത്തിനെ കാണുന്നവനാണ്. എല്ലാ ചലനവും അകർമ്മമായ ബ്രഹ്മത്തിലാണ് നടക്കുന്നതെന്നും ബ്രഹ്മം ഇതിലൊന്നും സംബന്ധപ്പെടാതെ നിൽക്കുന്നുവെന്നും ആരറിയുന്നു? അവൻ അകർമ്മത്തിൽ കർമ്മത്തിനെ കാണുന്നവൻ. അകർമ്മം എന്ന് വെച്ചാൽ സാക്ഷിയായ ആത്മാ. അതിന് കർമ്മമേ ഇല്ല, അതിൽ ഡൂവർഷിപ്പേ ഇല്ല. ദ ബോഡി ഈസ് എ കോൺസ്റ്റന്റ് ഡൂവർ, മൈൻഡ് ഈസ് എ കോൺസ്റ്റന്റ് ഡൂവർ. അവിടെ ഡൂവർഷിപ്പ് ഉണ്ട്.
അത് ലോകത്തില് അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും ആര് സദാ നിർവിശേഷമായ ആത്മാവിനെ കുറിച്ച് ബോധവാനായിരിക്കുന്നു അവനാണ് യോഗി. ഈ കാര്യം ജ്ഞാനിക്കേ സാധ്യമാവുള്ളൂ. സാധാരണ ആളുകൾക്ക് കർമ്മയോഗമേ പറ്റുള്ളൂ. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യും, ചെയ്തു കഴിഞ്ഞിട്ട് കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇത് കർമ്മയോഗം. ഇത് ഭാഗവത ധർമ്മം. ചെയ്തു കഴിഞ്ഞിട്ട് ശരീരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തുവോ, മനസ്സുകൊണ്ട് എന്ത് ചെയ്തുവോ, അറിയാത്ത ഏതോ ഒരു പ്രേരണ കൊണ്ട് ഞാൻ എന്ത് ചെയ്തുവോ അതൊക്കെ ഇതാ നാരായണന് അർപ്പിക്കണു. ഭഗവാനെ യദ്യത് കർമ്മ കരോമി തത്തത് അഖിലം ശംഭോ തവാരാധനം. ഈ ഭാവം, ഇത് ഭാഗവത ധർമ്മം. പക്ഷെ ഇതിൽ കർത്താവൊക്കെ ഉണ്ട്. പക്ഷെ ജ്ഞാനിയുടെ കർമ്മത്തിൽ അയാൾക്ക് ചെയ്യണു എന്നുള്ള ഭാവമേ ഇല്ല. എത്ര പ്രവർത്തിച്ചാലും അയാൾ ക്ഷീണിക്കില്ല, അയാൾ കർത്തൃത്വമേ ഇല്ല. കർമ്മണി അകർമ്മയഃ പശ്യേത്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും ഈസ് കോൺസ്റ്റന്റ്ലി അവെയർ അബൌട്ട് ഹിസ് സെൽഫ്, വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാവിംഗ് എനി കോണ്ടാക്ട് വിത്ത് ആക്ഷൻ. ഒരു കർമ്മവുമായി സമ്പർക്കമില്ലാത്ത സാക്ഷിയെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾ. ആ സാക്ഷിയെ ഒരിക്കൽ കണ്ടാൽ പിന്നെ അത് വിട്ടുപോകില്ല. ഞാൻ ആരാണ്, കർമ്മം ചെയ്യുന്ന ഞാൻ ആരാണ് എന്ന് ചോദിച്ച്, ഈ കർമ്മമൊക്കെ ആര് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നു. ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നുള്ള ഈ കർത്തൃഭാവം, അഹങ്കാരം എവിടെ ഉദിക്കുന്നു അവിടെ ലയിക്കുകയും അവിടെ ഉദയാസ്തതയില്ലാത്ത ഒരു ബോധം, നിശ്ചലത, അസ്തിത്വം, സച്ചിദാനന്ദം അവിടെ പ്രകാശിക്കുകയും ചെയ്യുന്നു. ആ സച്ചിദാനന്ദമാണ് ഞാൻ എന്ന് അറിഞ്ഞ ശേഷം വീണ്ടും ഈ ഞാൻ എന്നുള്ള അഹങ്കാരം പൊന്തുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിനു പുറകിലുള്ള സച്ചിദാനന്ദമയമായ ശിവം, അസ്തിത്വം, ആത്മാ അഥവാ ബ്രഹ്മം, ആ ബ്രഹ്മത്തിനെ മറക്കാതെ ഇരിക്കുന്നവൻ കർമ്മത്തിൽ അകർമ്മത്തിനെ കാണുന്നവനാണ്. എല്ലാ പ്രവൃത്തികളും ആ അധിഷ്ഠാനത്തിലാണ് നടക്കുന്നതെന്ന് അറിയുന്നവൻ അകർമ്മത്തിൽ കർമ്മത്തിനെ കാണുന്നവനാണ്. അവൻ ബുദ്ധിമാനാണ്. അവന് ഒരു കർമ്മവും അവന്റെ ഉള്ളിൽ പിന്നെ ഏശുകയേ ഇല്ല. ഒരു പ്രവൃത്തിയും ചെയ്തു കഴിഞ്ഞ് ഞാൻ ചെയ്തു എന്നും തോന്നില്ല, ചെയ്യണമെന്നും തോന്നുന്നില്ല, ചെയ്തത് ബാധിക്കണില്ല, ഒരു വിധത്തിലും ബന്ധപ്പെടുന്നില്ല. അങ്ങനെയുള്ളവൻ എന്ത് ചെയ്താലും ബാധിക്കില്ല എന്നാണ്. ഒരുപക്ഷെ അവൻ യുദ്ധം ചെയ്താൽ പോലും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. സബുദ്ധിമാൻ മനുഷ്യേഷു. ബുദ്ധിമാൻ എന്നുള്ളത് ഇവിടെ ജ്ഞാനി എന്ന അർത്ഥത്തിലാണ്. അവൻ യോഗിയാണ്. അത് കർമ്മത്തിന്റെ കുഴിയിൽ നിന്നും പുറത്തു ചാടിയ ആളുടെ ലക്ഷണമാണ്. അയാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അകർമ്മിയാണ്. വിദുഷാ ക്രിയമാണം കർമ്മ അകർമ്മൈവ. അയാൾ കർമ്മയോഗി പോലുമല്ല, അകർമ്മിയാണ്. എന്ത് പ്രവർത്തിച്ചാലും അയാളിൽ കർത്തൃത്വമേ ഇല്ല, പ്രവർത്തിച്ചു എന്നുള്ള ഭാവമില്ല, ഒക്കെ പാടെ മറഞ്ഞു പോയിരിക്കുന്നു. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹമഹമേവാഹമവ്യയ. ആ അസംഖ സച്ചിദാനന്ദ വസ്തുവാണ് താനെന്ന് അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുടെ ലക്ഷണമാണ് കർമ്മണി അകർമ്മയഃ പശ്യേത്. ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയാണ് ഇരുന്നത്. സദാ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടും യാതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ല. അസകൃത് അത്യന്ത വിപരീത ദർശന ഭാവിതയാ മോമുഹ്യമാനോ ലോകഃ ശ്രുതമപി അസകൃത്തത്വം വിസ്മൃത്യ വിസ്മൃത്യ മിഥ്യാപ്രസംഗം അവതാര്യ അവതാര്യ ചോദയതി ഇതി പുനഃ പുനഃ ഉത്തരവാഹ ഭഗവാൻ. ദേഹാദ്യാശ്രയം കർമ്മ ആത്മനി അധ്യാരോപ്യ അഹം കർത്ത മമയേതത് കർമ്മ മയാ അസ്യ കർമ്മണഃ ഫലം ഭോക്തവ്യം ഇതി ച തഥാ അഹം തൂഷ്ണീം ഭവാമി തേന അഹം നിരായാസഃ അകർമ്മ സുഖീ സ്യാം ഇതി കാര്യകരണാശ്രയം വ്യാപാരോപരമം തത്കൃതം ച സുഖിത്വം ആത്മനി അധ്യാരോപ്യ ന കരോമി കിഞ്ചിത് തൂഷ്ണീം സുഖം ആസേ ഇതി അഭിമന്യത്തെ ലോകഃ. തത്രൈദം ലോകസ്യ വിപരീത ദർശന അപനയായ ആഹാ ഭഗവാൻ അപനയനായ ആഹാ ഭഗവാൻ കർമ്മണി അകർമ്മയഃ പശ്യേത്. ചിലരെന്ത് ചെയ്യും, ശരീരത്തിനെയൊക്കെ മിണ്ടാതെ ഒരിടത്ത് വെച്ചിട്ട് ഞാനിപ്പോ ഒന്നും ചെയ്യണില്ല, ഒരു ബന്ധത്തിലും കുടുങ്ങണില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ട് അയാൾക്ക് സമാധിയോ ആത്മാനുഭവമോ ഉണ്ടാവില്ല. ചിലര് ശരീരം കൊണ്ട് ലോകത്തിൽ വലിയ പ്രവൃത്തിയൊക്കെ ചെയ്ത് ഞാനാണത് മുഴുവൻ ചെയ്തതെന്ന് അഭിമാനിക്കും. രണ്ടുപേരും അജ്ഞാനികളാണെന്നാണ്. ശരീരം ലോകത്തിൽ സ്വഭാവത്തിനനുസരിച്ച് എന്തെന്ത് ചെയ്യണമോ അത് ചെയ്യുകയും
അത് എപ്പം നിൽക്കണോ അപ്പം നിൽക്കട്ടെ, അതുവരെ അത് ഭംഗിയായി സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശരീരാദി ഉപാധികളൊന്നും താനല്ലെന്ന് അറിഞ്ഞ് താൻ നിസ്സംഗ ആത്മാവാണ്, താൻ ഒന്നും ചെയ്യാത്തവനാണെന്ന്, ഒന്നും ചെയ്യാത്തവനെ ഒന്നും ചെയ്യാത്തവൻ എന്നറിയുകയും ചെയ്യുന്നതിനോട് താതാത്മ്യം പ്രാപിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. അല്ലാതെ ഒരിടത്ത് ശരീരത്തിനെ വെറുതെ ഇരുത്തി തനിക്ക് ചെയ്യേണ്ട സ്വാഭാവികമായ ധർമ്മത്തിനെയും വിട്ടിട്ട് തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിനെയും ഉപേക്ഷിച്ചിട്ട് വെറുതെ ഇരുന്നാൽ അവൻ മഠയനാണ്. ഉപാധി വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഉപാധി തനിയെ അതിന്റെ കർമ്മം കെട്ടടങ്ങി വെറുതെ ഇരുന്നാൽ അത് കാര്യം വരെ. അങ്ങനെ അല്ലാതെ ഉപാധിക്ക് കർമ്മവാസന ഉള്ളത്തോളം കാലം ശരീരത്തിനെ താനെന്ന് അഭിമാനിച്ചുകൊണ്ടാണ് ചിലര് ഞാനിതാ ഒന്നും ചെയ്യണില്ല, ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യണില്ല എന്ന് അതും ഒരു അഭിമാനം. ശരീരം ഒരു പ്രവൃത്തിയും അതിൽ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശാപ്പെട്ടത് ഉള്ളില് ഡൈജഷൻ നടക്കുന്നുണ്ട്, പ്രാണവായു ഉള്ളിലേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ദേഹത്തിൽ അഭിമാനം വെച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയണവനും ദേഹത്തിൽ അഭിമാനം വെച്ചുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നവനും രണ്ടുപേരും കുഴപ്പത്തിൽപ്പെട്ടവരാണ് എന്നാണ്. ആത്മനി കർമാഭാവ ശ്രുതിസ്മൃതി ന്യായപ്രസിദ്ധ ഉക്ത വക്ഷ്യമാണശ്ച തസ്മിൻ കർമാഭാവേ അകർമ്മണി കർമ്മവിപരീത ദർശനം അത്യന്ത നിരൂഢം ദേഹാദി ആശ്രയം കർമ്മ ആത്മനി അധ്യാരോപ്യ. ദേഹം ചെയ്യുന്ന കർമ്മത്തിനെ ആത്മാവിൽ ആരോപിക്കുകയും ആത്മാവിന്റെ നൈഷ്കർമ്മ്യത്തിനെ ദേഹത്തിൽ ആരോപിക്കുകയും ചെയ്ത് പരസ്പര അധ്യാസം കൊണ്ട് ലോകം വിഷമിക്കുന്നു. ഈ വിഷമം നീക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കർമ്മ അകർമ്മ എന്ന ഈ രഹസ്യത്തിനെ ഇവിടെ അനാവരണം ചെയ്തത്. ഇനി പറയണത് അടുത്ത ശ്ലോകം നോക്കാം. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹുഃ പണ്ഡിതം ബുധാഃ. ആരാണ് പണ്ഡിതൻ? ഒരാൾ പുസ്തകവും ശാസ്ത്രവും ഒക്കെ പഠിച്ചാൽ അയാളെ പണ്ഡിതൻ എന്ന് പറയും. പക്ഷെ ഭഗവാൻ പറയണത് ജ്ഞാനാഗ്നി കൊണ്ട് ആരുടെ കർമ്മവാസന മുഴുവൻ ദഹിച്ചു പോയിരിക്കുന്നു അവനാണ് പണ്ഡിതൻ. ആരുടെ ഒരു പ്രവൃത്തിയിലും സർവേ സമാരംഭാഹ ഓൾ അണ്ടർടേക്കിങ്സ് വാട്ട് എവർ മേ ബി ദ ആക്ഷൻ, അതിന് പുറകിൽ എന്താ ലക്ഷണം? അയാളുടെ അകം, ഇഫ് ഇറ്റ് ഈസ് എൻ ഇല്ലുമൈൻഡ് ഹാർട്ട് ഓർ നോട്ട്, എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ കാമസങ്കല്പവർജിതാഹ. നമ്മൾ ഒരു ആക്ഷൻ പുറപ്പെടുമ്പോ തന്നെ എന്ത് വരും? ഒരു സങ്കല്പം ഉണ്ടാവും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചൊക്കെ. ആ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചുള്ള സങ്കല്പം എവിടുന്ന് വന്നു? ആഗ്രഹത്തു നിന്നാണ്. ഒരു മരത്തിന്റെ പോടിന്റെ ഉള്ളിൽ തീയുണ്ടെങ്കിൽ അതിൽ നിന്നും പുക വരുന്ന പോലെ കാരണശരീരത്തിലുള്ള ആഗ്രഹങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ സങ്കല്പമായിട്ടും ഭാവനയായിട്ടും അങ്ങനെ ആശകളായിട്ടും ഒക്കെ പൊന്തി വരും. അപ്പോ ഒരു കർമ്മം ചെയ്യാൻ പുറപ്പെടുമ്പോ തന്നെ എത്രയാ സാലറി, എന്താ സ്കെയിൽ ചോദിക്കും, എന്തു കിട്ടും, ഉടനെ ചോദ്യം അവിടെ പോകും, ഭാവന അതിൽ പോകും, കിട്ടാൻ പോണതിൽ ഭാവന പോകും. കിട്ടാൻ പോടുന്നതിനും കർമ്മത്തിനും തമ്മിൽ സംബന്ധമേ ഇല്ല. പക്ഷെ നമ്മൾ സംബന്ധിച്ച് ഭാവന കാണും, മോട്ടീവ് അതിന് പുറകിലുണ്ടാവും. ആ സങ്കല്പം ഉണ്ടെങ്കിലേ കർമ്മം നടക്കുകയുള്ളൂ എന്ന് വരെ നമ്മൾ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഒരു മോട്ടിവേറ്റിംഗ് പവർ വേണം നമുക്ക് പുറകില്. ആ മോട്ടിവേറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ഈ കാമസങ്കല്പം ആരിലില്ലയോ, ആര് യാതൊന്നും ഉള്ളിൽ പ്രതീക്ഷിക്കാതെ ഒന്നുമില്ലെങ്കിലും അവര് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ യാതൊരുത്തനുണ്ടോ അവൻ ജ്ഞാനമാവുന്ന അഗ്നി കൊണ്ട് കർമ്മം മുഴുവൻ ദഹിച്ചു പോയവനാണ്. കർമ്മം ബാഹ്യ ആക്ഷൻ അല്ല, പൊട്ടൻഷ്യൽ ആക്ഷൻ, സീഡ്സ് ഓഫ് ആക്ഷൻ അയാളുടെ ഉള്ളിൽ ഇല്ലാതായിരിക്കുന്നു. കർമ്മത്തിന്റെ വിത്തുകൾ അയാളിൽ കത്തിപ്പോയിരിക്കുന്നു എന്നർത്ഥം. അയാൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഒന്നും എന്ത് ചെയ്താലും പ്രവർത്തിക്കും. ഒരു സ്വാമി ഉണ്ടായിരുന്നു, അദ്ദേഹം ധാരാളം വാഴ നട്ടുപിടിപ്പിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, വാഴ നട്ടുപിടിപ്പിക്കും. വാഴയൊക്കെ കൊലച്ച്
നല്ല നേന്ത്രവാഴ കൊലച്ച് വലിയ വലിയ കൊലകളായ. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ കൊലയൊന്നും കാണാനില്ല, ആരോ കട്ടോണ്ടുപോയി. സ്വാമി സാധാരണ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കൊലയൊക്കെ വെട്ടി പഴമെടുത്ത് കുറച്ച് താനെടുക്കും, ബാക്കിയൊക്കെ നാട്ടിലൊക്കെ കൊടുക്കും. അദ്ദേഹത്തിന് ഇതൊന്നും ആവശ്യമില്ല. അദ്ദേഹം വിൽക്കാനും പോണില്ല, ഒന്നുമില്ല. അത് കുറെ എടുത്ത് ഓരോ വീടുകളിലായിട്ട് കൊണ്ടു കൊടുക്കും, തനിക്ക് അറിയണവർക്കൊക്കെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് വീണ്ടും താൻ കിട്ടുന്ന സമയമൊക്കെ പകൽ സമയത്ത് കിളയ്ക്കുകയും വെള്ളം ഒഴിക്കുകയും വാഴ വെച്ച് നട്ടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഒരിക്കൽ രാവിലെ എണീറ്റ് നോക്കുമ്പോ കൊലയൊന്നും കാണാനില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ആരുടെ പറഞ്ഞില്ല. പക്ഷെ ഈ വാഴ റെഗുലറായി വാഴ പഴം അല്ലെങ്കിൽ വാഴക്ക കിട്ടുന്ന ആളുകളുണ്ടല്ലോ, അവര് അന്വേഷിച്ചു എന്ത് പറ്റിയെന്ന് നോക്കി. അപ്പൊ അവർക്ക് മനസ്സിലായി ആരോ കട്ടോണ്ട് പോയതാണെന്ന് മനസ്സിലായി. പിന്നെ അവര് വിട്ടു. അടുത്ത വർഷവും സ്വാമി അതുപോലെയൊക്കെ നല്ലവണ്ണം കൊലച്ചൊക്കെ തയ്യാറായി. ആ വർഷം മോഷ്ടിച്ചോണ്ട് പോയാറ്. ഇങ്ങനെ കുറെ തുടർന്ന് നടന്നപ്പോ ഈ സ്വാമിയുടെ അടുത്ത് ചോദിച്ചു അവര്, എന്തിനാ സ്വാമി ഈ മെനക്കെടണം? ഒന്നില് വേലി കെട്ടി സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഇതാരാ കട്ടോണ്ട് പോണെന്ന് വെച്ചാൽ പിടിക്കണം. പിന്നെയും പിന്നെയും അങ്ങ് വീണ്ടും അതേപോലെ വിത്ത് സെയിം എന്തൂസിയാസം വാഴ വെക്കുന്നു. അതും കൂടുതൽ വാഴ വെച്ചിട്ടുണ്ട് ഈ വർഷം. അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ എന്തിനാ വാഴ വെക്കണത്? എനിക്കിതിൽ ഒരു ലക്ഷ്യമില്ല. ഞാൻ ഈ ശരീരം എന്തോ ചെയ്യണം, കാര്യമിത്യേവ യത് കർമ്മ, കളയ്ക്കുകയും പറിക്കുകയും ഒക്കെ ചെയ്യുന്നു, വാഴ വെക്കുന്നു. ഇത് കാച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ കൊണ്ടുവന്ന് തരും. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ വാഴ ഉണ്ടാവും. ഞാൻ കൊണ്ടുതരുന്നത് എക്സ്ട്രാ ആണെങ്കിൽ നിങ്ങൾ വെറുതെ വാങ്ങിക്കും, ചിലപ്പോൾ കേടുവന്ന് പോവുമായിരിക്കും. ഇപ്പൊ എനിക്ക് ആ മെനക്കേടേ ഇല്ല. ആരാ വേണ്ടതെന്ന് വെച്ചാൽ അവര് വന്ന് എടുത്തോണ്ട് പോകണം. ഇപ്പൊ വേണ്ടവരല്ലേ എടുത്തോണ്ട് പോണത്. ഇപ്പൊ ഞാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണ്ടവര് വന്ന് എടുത്തോണ്ട് പോകണു. ഞാൻ കൂടുതൽ ഉത്സാഹവാനാണ്. ഇപ്പോ ഫലേച്ഛയില്ലാത്തവന് ഫലം എന്ത് തന്നെ വന്നാലും എങ്ങനെ തന്നെ വിപരീതമായാലും വിഷമമില്ല. കാമസങ്കല്പവർജിതാഹ. കർമ്മം എന്തിനു ചെയ്യുന്നു? ആ കർമ്മത്തിന് പുറകിൽ ദർ ഇസ് നോ മോട്ടിവേറ്റിംഗ് ഡിസയർ. അതിനെക്കുറിച്ചുള്ള ഇമാജിനേഷനുമില്ല. ജ്ഞാനാഗ്നിദഗ്ധകർമാണം. ഭഗവാൻ കൃഷ്ണൻ തന്നെ എന്തിനു കോൺസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണു? എവിടെയൊക്കെയോ പോയി പ്രവർത്തിക്കണു ഇല്ലേ? അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണ്ഡലം രാഷ്ട്രീയമാണ്. അത്രയും വ്യത്യാസമുള്ളൂ. അദ്ദേഹം കുറെ വൃന്ദാവനത്തിൽ നിന്ന് പുറപ്പെട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് മുതൽ കുറച്ചു കാലം മധുരാപുരിയിൽ പ്രവർത്തിച്ചു, ദ്വാരകാപുരിയിൽ പ്രവർത്തിച്ചു. തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിച്ചു. അല്ല, പരിഹരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതോ അദ്ദേഹം ഡൽഹിയിൽ പോയി, ഹസ്തിനാപുരത്തിന് പോയി, അവിടെ പോയി ചേർന്നു. അവിടെ കുറെ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ നിന്നു. ഒരു പ്രശ്നവും അദ്ദേഹം ഒന്നും പരിഹരിച്ചില്ല. നോക്കണം, കർമ്മം പെർഫെക്റ്റ് ആവില്ല എന്നുള്ളതിന് കൃഷ്ണൻ തന്നെ തെളിവാണ്. കൃഷ്ണൻ പോയിട്ട് ഏതെങ്കിലും കർമ്മം പെർഫെക്റ്റ് ആയിട്ട് തീർന്നുവോ? മധുരാപുരിയിലോ ദ്വാരകാപുരിയിലോ യാദവന്മാർ നന്നായോ? ഒന്നും നന്നായില്ല. ഹസ്തിനാപുരിയിൽ യുദ്ധം അവസാനിച്ചില്ല. എല്ലാ കുഴപ്പങ്ങളും നടന്നു. എല്ലായിടത്തും താൻ പോയി പ്രവർത്തിക്കുകയും ചെയ്തു. താൻ ചെന്നാലും ഈ യുദ്ധം നടക്കും എന്ന് അറിഞ്ഞിട്ടും കുരുക്ഷേത്ര സഭയിലേക്ക്, കൗരവ സഭയിലേക്ക് ദൂതനായിട്ട് പോയി എല്ലാം ചെയ്തു. പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു, ലാസ്റ്റ് വരെ പ്രവർത്തിച്ചുകൊണ്ട്. എന്തിനാ? ജ്ഞാനാഗ്നി ദഗ്ധകർമാണം. തന്റെ പ്രവൃത്തി ഈ മണ്ഡലത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. കുരുകർമ്മൈവ തസ്മാത്വം എന്നാണ്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനു ചെയ്യണു? ഒന്നുമില്ല, ഒരു മോട്ടിവേഷനും ഇല്ല അദ്ദേഹത്തിന്. എന്ത് മോട്ടിവേഷനാ ഉള്ളത് ഈ പ്രവൃത്തിയില്? ഈ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പ്രയോജനമില്ല, ഒരു പ്രയോജനവുമില്ല. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോ ഭഗവാൻ തന്നെ മനസ്സിലാക്കി തോന്നുന്നു. ഒരു സാധാരണ അർത്ഥത്തിൽ പറഞ്ഞാൽ, ആരാണ് ഭഗവാനെ അങ്ങ്? ഭഗവാൻ പറഞ്ഞു, അർജുന, മുമ്പൊക്കെ എന്നെ വിളിച്ചിരുന്നു ആളുകള്, അങ്ങ് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം, പല കാര്യത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കർത്താവല്ലാതെ ആയി തീർന്ന്, ഞാൻ കർത്താവും ഭോക്താവും അല്ലാതെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് എല്ലാവരുടെയും ഈ യുദ്ധത്തിന് ദൂതിന് പോയി എല്ലാരെയും അവസാന യുദ്ധമൊന്നും ഒഴിവാക്കാൻ പറ്റാതെ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നടുവിൽ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു ഐ ആം സ്ലോലി ബിക്കമിങ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് രുദ്ര. ആർക്ക് കർത്തൃത്വമില്ലയോ, ആർക്ക് അഹങ്കാരമില്ലയോ, അവര് ആ മഹാശക്തിയുടെ കയ്യിൽ യന്ത്രമാവും. അതാണ് കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ. ഇപ്പൊ നിങ്ങളെയൊക്കെ നശിപ്പിക്കണ പണിയാണ് ഇപ്പൊ എനിക്ക്. എല്ലാത്തിനെയും സമാഹർത്തുമിഹ പ്രവൃത്ത. എല്ലാം പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. എന്ത് പ്രവൃത്തിയാവട്ടെ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട്, മന്ദഹസിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ട്
യുദ്ധഭൂമിയിൽ രഥത്തിലിരിക്കുമ്പോഴും ക്ഷീണിക്കാതെ സന്തോഷമായി ഒക്കെ ചെയ്തു. പക്ഷേ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം, ജ്ഞാനമാവുന്ന അഗ്നി കൊണ്ട് കർമ്മവാസനയെ ഇല്ലാതാക്കി, കർത്തൃത്വം ഇല്ലാതാക്കി, ഭോക്തൃത്വം ഇല്ലാതാക്കി, കാമസങ്കല്പങ്ങളൊന്നും തന്നെ ഇല്ലാതാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തമാഹു പണ്ഡിതം ബുധാഹ, അങ്ങനെയുള്ള ആളാണ് പണ്ഡിതൻ എന്നാണ്. അയാളുടെ ഒരു ആക്ഷന്റെ പുറകിലും യാതൊരു വിധത്തിലുള്ള ചലനങ്ങളും ഇല്ല. തം ജ്ഞാനാഗ്നി ദഗ്ധകർമാണം കർമാദൗ അകർമാദി ദർശനം ജ്ഞാനം. എന്താണ് ജ്ഞാനം? കർമ്മത്തിൽ അകർമ്മത്തിനെ കാണുന്നതാകുന്ന ജ്ഞാനം കൊണ്ട് തദേവ അഗ്നിഹി, അത് തന്നെ അഗ്നി, തേന ജ്ഞാനാഗ്നിന ദഗ്ധാനി ശുഭാശുഭലക്ഷണാനി കർമാണി, പുണ്യവും പാപവുമായ കർമ്മങ്ങൾ മുഴുവൻ അതിനെ അകർമ്മമായി കാണുന്നത് കൊണ്ട് ഇല്ലാതാവുന്നു. അങ്ങനെ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് എരിച്ചു കളഞ്ഞ കർമ്മവാസനയോടുകൂടിയ യാതൊരുത്തനുണ്ടോ അവനെ പണ്ഡിതൻ എന്ന് ബ്രഹ്മവിത്തുക്കൾ വിളിക്കുന്നു. അവനാണ് ജ്ഞാനി. ലോകസംഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. കാമസങ്കല്പവർജിതാഹ, കാമൈഹി തത്കാരണൈശ്ച സങ്കല്പൈഹി വർജിതാഹ മുധൈവ ചേഷ്ടാമാത്രാഹ അനുഷ്ഠീയന്തെ പ്രവൃത്തേന ചേത് ലോകസംഗ്രഹാർത്ഥം നിവൃത്തേന ചേത് ജീവനമാത്രാർത്ഥം. നിവൃത്തൻ സന്യാസിയാണെങ്കിൽ ഭിക്ഷാ മുതലായ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു. ഗൃഹസ്ഥനാണെങ്കിലോ ലോകമംഗളത്തിനായി പ്രവർത്തിക്കുന്നു. ഈ രണ്ട് പ്രവൃത്തിയേ ഉള്ളൂ എന്നാണ്. അവരുടെ പ്രവൃത്തി ചെയ്യുമ്പോ ലോകമംഗളത്തിന് വേണ്ടി, അതിൽ തന്റെ മോട്ടിവേഷൻ സങ്കല്പം ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്നവൻ പണ്ഡിതനാണ്. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഹ. അടുത്ത ശ്ലോകം. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. ത്യക്ത്വാ കർമ്മഫലാസംഗം, കർമ്മത്തിന്റെ ഫലത്തിൽ യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാതെ നിത്യതൃപ്തോ, അയാളുടെ തൃപ്തിക്ക് കർമ്മഫലം കിട്ടിയിട്ട് തന്നെ തൃപ്തി വേണമെന്നില്ല, എപ്പോഴും തൃപ്തനാണ്, ആത്മാവിൽ തൃപ്തനാണ്. നിരാശ്രയ, സാധാരണ നമ്മളുടെ കർമ്മത്തിനെയോ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലത്തിനെയോ ആണ് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അയാൾ അതിനൊന്നും ആശ്രയിക്കണില്ല. ആശ്രയം ഭഗവാനെ ആവുമ്പോ ലോകത്തിലുള്ള കർമ്മം ചെയ്താലും ശരി ചെയ്തിട്ടില്ലെങ്കിലും ശരി ഒരു പ്രശ്നമില്ല. നിരാശ്രയ, അങ്ങനെയുള്ള ആള് ജീവൻ മുക്തനാണ്, സ്വതന്ത്രനാണ്. അയാള് കർമ്മണി അഭിപ്രവൃത്തോപി, അവൻ കോൺസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചാലും നൈവ കിഞ്ചിത് കരോതി സഹ, അയാൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പാരമാർത്ഥത്തിൽ യാതൊരു പ്രവൃത്തിയും അയാൾ ചെയ്യുന്നില്ല, ഒരു പ്രവൃത്തിയും അയാളെ ബന്ധിക്കുന്നുമില്ല. ഈ ശ്ലോകം മുതൽക്കുള്ളത് നമ്മൾ നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.